കാസർഗോഡ് കുമ്പള ആരിക്കാടി ടോൾ ഗേറ്റ് അടച്ചുപൂട്ടുമെന്ന് ബി.ജെ.പി. തുടർച്ചയായ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനമെന്ന് ബി.ജെ.പി. ജില്ലാ നേതൃത്വം അറിയിച്ചു. നിർദ്ദേശം വന്നതിന് പിന്നാലെ സമരസമിതി പ്രവർത്തകരും ബി.ജെ.പി. പ്രവർത്തകരും ആഹ്ലാദ പ്രകടനം നടത്തി. വിശദാംശങ്ങളുമായി സരീഷാണ് ചേരുന്നത്. സരീഷ്, കൂടുതൽ വിവരങ്ങൾ നൽകാം. ഉണ്ടായിരുന്നു. സ്ഥലം MLA-യുടെ നേതൃത്വത്തിൽ തന്നെ ഇതിനെതിരെ പ്രതിഷേധമുണ്ടാവുകയും അത് ഈ ടോൾ പ്ലാസ തല്ലി തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ പല രാഷ്ട്രീയ പാർട്ടികളും വ്യക്തിപരമായി ഈ കോടതിയെ സമീപിക്കുകയും അതോടൊപ്പം തന്നെ ഈ കേന്ദ്രമന്ത്രിക്ക് അപേക്ഷ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ നിതിൻ ഗഡ്കരി തന്നെ ഈ ടോൾ ഗേറ്റ് അടച്ചുപൂട്ടുകയാണ് എന്ന കാര്യം ബി.ജെ.പി. നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ 60 കിലോമീറ്ററിനുള്ളിൽ 2 ടോൾ ഗേറ്റ് എന്നുള്ള വിഷയം കോടതിയിൽ നിൽക്കുകയാണ്. പക്ഷേ ജനവികാരം മുന്നിൽ കണ്ട് ഈ തീരുമാനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോവുകയാണ്, NHI പിന്നോട്ട് പോവുകയാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉറപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. നിതിൻ ഗഡ്കരി ബി.ജെ.പി. നേതൃത്വത്തെ ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്, സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഒരുപക്ഷെ നാളെ പുറത്തിറക്കും. പക്ഷേ അതിനു മുന്നോടിയായി തന്നെ വിവിധ പാർട്ടികളുടെയും ഒപ്പം തന്നെ സമരസമിതിയുടെയും നേതൃത്വത്തിൽ അനുകൂലമായി അവിടെ പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ട്. നിലവിൽ ആദ്യം ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ അവിടെ പ്രകടനം നടത്തുന്നു. തൊട്ടു പിന്നാലെ സമരസമിതി പ്രവർത്തകർ അവിടെ ഒത്തുകൂടുകയും പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത് വലിയൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. കാരണം ബി.ജെ.പി. നേതൃത്വമാണ് ആദ്യം ഇത്തരത്തിൽ ടോൾ ഗേറ്റ് അടച്ചുപൂട്ടുകയാണ്, ഒരു തരത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന വാക്കുമായി ആദ്യം എത്തുന്നത്. അതിന് തൊട്ടു പിന്നാലെ സ്ഥലം MLA-യും കർമ്മസമിതിയുടെ ചെയർമാനുമായ A.K. മഷ്റഫ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. നിലവിൽ നിയമസഭയിൽ സമരം നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹം ആ നിയമസഭയിൽ നിന്നും സമരം അവസാനിപ്പിച്ച് മഞ്ചേശ്വരത്തേക്ക് തിരിച്ചു വരുന്നു. അതിന് തൊട്ടു പിന്നാലെ K. സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. ബി.ജെ.പിയുടെ നേതൃത്വത്തിന്റെ ഇടപെടൽ കാരണം ഇതാ ടോൾ ഗേറ്റ് അടച്ചുപൂട്ടുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ പോസ്റ്റ് വരുന്നു. അതിന് തൊട്ടു പിന്നാലെ CPM ഏരിയ സെക്രട്ടറി സമര നേതാവാണ്, അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ടോൾ ഗേറ്റ് പിൻവലിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടി CPM രംഗത്ത് വരുന്നു. അങ്ങനെ ടോൾ ഗേറ്റ് പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെ പല രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ അവകാശവാദമായി, തങ്ങളുടെ സമരത്തിന്റെ ഭാഗമായാണ് അല്ലെങ്കിൽ തങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ടോൾ ഗേറ്റ് അടച്ചു പൂട്ടുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. കാരണം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. വലിയൊരു വിഷയമായി, രാഷ്ട്രീയ വിഷയമായി ഈ ടോൾ ഗേറ്റ് മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ തങ്ങളുടെ സമ്മർദ്ദ ഫലമായാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന അവകാശവാദമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നാളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് A.K. മഷ്റഫും ഒപ്പം തന്നെ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് ഔദ്യോഗിക ഉത്തരവിന് ശേഷം മാത്രമായിരിക്കും മാധ്യമങ്ങൾ കാണുക എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് നാളെ ഉത്തരവിറങ്ങും. 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ടോൾ ഗേറ്റ് ഇവിടെ നിന്നും അടച്ചു പൂട്ടും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി സരീഷ്.